നമുക്ക് ഷാഡോസാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഷാഡോസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് എഫക്ട്സിൽ വരിക. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഇതുപോലെ നമ്മൾ ഈ എക്സ് ആക്സിസ് വൈ ആക്സിസ് ഒക്കെ ഒന്ന് ജസ്റ്റ് താഴോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഷാഡോ ക്രിയേറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. ഞാൻ ഷാഡോയുടെ ബ്ലർ കൊടുക്കാൻ വേണ്ടി ഇതുപോലെ നമ്മൾ ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്വാണ്ടിറ്റി കൂട്ടി കൊടുത്താൽ മതി. അത് ബ്ലറായിട്ട് നമുക്കിവിടെ കാണാം. ഇനി നമുക്ക് അതിൻ്റെ സ്പ്രെഡ് കൂട്ടാനും കുറയ്ക്കാനും ഇവിടെ നമുക്ക് കഴിയും. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഷാഡോയുടെ കളർ നമുക്ക് വേണമെങ്കിൽ ഇവിടെ മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൽ സ്വന്തമായി ചെയ്ത് നോക്കിയാൽ മതി ഷാഡോസ് എങ്ങനെയാണ് ചെയ്യണമെന്ന്. അത് കുറച്ച് എളുപ്പമാണ്, വേറെ ഒന്നും നോക്കാനൊന്നുമില്ല. പിന്നെ ഇതിൽ വേറെ ഒന്ന് നോക്കാം, ഇന്നർ ഷാഡോ എന്ന് വെച്ചാൽ അകത്തേക്കുള്ള ഷാഡോയാണ് ഉദ്ദേശിക്കുന്നത്. ഇതങ്ങനെ ഉപയോഗിക്കാറില്ല. ഇൻ കേസ് ഇനി ഇതുപോലത്തെ ഡിസൈനൊക്കെ ചെയ്യണം ചില ആൾക്കാർക്ക് ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഡ്രോപ്പ് ഷാഡോയാണ്. പിന്നെ വരുന്നത് ലെയർ ബ്ലറാണ്. ഈ ലെയർ ഇതുപോലെ ബ്ലറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരിതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതിന് ഞാൻ ജസ്റ്റ് ട്രയാങ്കിൾ വരച്ചു. അതിലൊരു Ctrl+Shift+K പ്രസ് ചെയ്യുക, ഒരു ഇമേജ് ഇമ്പോർട്ട് ചെയ്യുക. ഇനി ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, അതിൻ്റെ മുകളിൽ കൊണ്ടുപോയിക്കുക. ശേഷം അതിൻ്റെ ഒപ്പോസിറ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ, പിന്നെ വന്നിട്ട് എഫക്ട്സിൽ പോവുക, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ എടുക്കുക. അതിനുശേഷം ഇതുപോലെ ബ്ലർ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒബ്ജക്റ്റ് ബ്ലറാവും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗ്ലാസ് മോർഫിസം എന്ന് പറയുന്ന ഒരു മുമ്പൊക്കെ ചെയ്തിരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഈ മെത്തേഡായിരുന്നു. പിന്നെ ഉള്ളത് ലെയർ ബ്ലറാണ്. ലെയർ ബ്ലറും ഇതുപോലെ ലെയറിൻ്റെ 4 ചുറ്റും ഇങ്ങനെ ബ്ലറായി പോകുന്ന ഒരു ഇതാണ് ഉണ്ടല്ലേ. ഇത് കൂട്ടുമ്പോൾ ബ്ലറായി പോകും. അടുത്തേക്ക് വരുമ്പോൾ എഡ്ജൊക്കെ ഷാർപ്നെസ് ആയിട്ടുള്ള ഇത് വരും. ഓക്കെ, ഇത് രണ്ടും ഇതങ്ങനെ അതായിട്ട് ഉപയോഗിക്കാറില്ല. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റേ നേരത്തെ പറഞ്ഞ ഡ്രോപ്പ് ഷെയ്ഡായും പിന്നെ ഈ ഗ്ലാസ് മോർഫിസം ചില ഡിസൈനിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പം എഫക്ട്സിൽ വന്നിട്ട് ഡ്രോപ്പ് ഷെയ്ഡ് നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ.